പണിമുടക്ക് കാര്യമായ രീതിയിൽ ബാധിക്കുന്നുണ്ട്. പക്ഷേ അപൂർവം വാഹനങ്ങൾ നിരത്തിലിറക്കുന്നുവെന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ചില ഓട്ടോറിക്ഷകൾ, സ്വകാര്യ വാഹനങ്ങൾ എന്നിവ നിരത്തിലിറങ്ങിയിട്ടുണ്ട്. ചേട്ടാ, ഇന്ന് ഫുൾ ഓടുന്നുണ്ടോ? ഫുൾ ഓടില്ല, വണ്ടി നിർത്താറായി. സമരത്തിന്റെ ആളുകളൊക്കെ വണ്ടി തടയാനൊക്കെ വരുന്നു പറഞ്ഞു. എൻ്റെ റൂട്ടിലേക്ക് ഒരു ഓർഡർ കിട്ടിയാൽ പോകാൻ. അല്ല, ഇന്നലെ അർദ്ധരാത്രി മുതൽ തുടങ്ങിയ സമരമാണ്. പക്ഷെ നിങ്ങളൊക്കെ ഓടുന്നുണ്ടായിരുന്നോ രാത്രി? ഇന്നലെ അർദ്ധരാത്രി അങ്ങനെ വണ്ടി നിന്നിട്ടൊന്നുമില്ല. ബസ്സുണ്ട്, ഒരു പരിഗണന ഉണ്ടാവും. രാവിലെ എന്തായാലും അവർ വരും, വണ്ടി ഓടണ്ടെന്നുള്ള നിഗമനമാണ്. വരുമ്പോഴത്തേക്ക് നിർത്താം ഒരു 8 മണിക്ക് വരും എന്നുള്ള റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ ഭാഗത്തേക്ക് ഒരു ഓർഡർ കിട്ടിയാൽ അങ്ങോട്ട് പോകും. ഈ സമരത്തോട് പിന്തുണയുണ്ടോ അതോ സമരത്തെ പിന്തുണയ്ക്കുന്നില്ല? ഇത് പ്രതിഷേധം അറിയിക്കുക കേന്ദ്രത്തിനോട്. ഇപ്പോൾ കേരളത്തിൻ്റെതായുള്ള ആവശ്യങ്ങളെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ടല്ലോ. അപ്പം അതിനെതിരായിട്ട് പ്രതിഷേധം നടത്തുക കേന്ദ്രത്തിന്. കേരളത്തിൻ്റെതായുള്ള പ്രതിഷേധം, കേരളത്തിലെ എല്ലാ വാഹനങ്ങളും നിർത്തി കടകളടിച്ച് പ്രതിഷേധം നടത്തുക. പ്രതിഷേധത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. അപ്പോൾ അല്പം കഴിയുമ്പോൾ നിർത്തും അല്ലേ? നിർത്തും. വണ്ടി നിർത്താറായി. ആളുകൾ കാര്യമായി തന്നെ ഈ സാധാരണഗതിയിലൊക്കെ രാത്രി മുതൽ തന്നെ ഏതാണ്ട് ഒരു ഹർത്താലിൻ്റെ പ്രതീതി വരുന്നതാണ്. പക്ഷേ സ്വകാര്യ വാഹനങ്ങളും ഓട്ടോറിക്ഷകളും ഒക്കെ ഇപ്പോൾ രാവിലെ നിരത്തിലിറങ്ങുന്നതാണ് നമ്മൾ കാണുന്ന കാഴ്ച. നേരത്തെ ആ ഓട്ടോറിക്ഷ ചേട്ടൻ തന്നെ പറഞ്ഞത് അല്പസമയം കഴിയുമ്പോൾ സമരക്കാരൊക്കെ രംഗത്ത് വരും, ആ സമയത്ത് വാഹന ഓട്ടം നിർത്തുമെന്നൊക്കെയാണ് അവർ പറഞ്ഞിരുന്നത്. നമുക്ക് കാണാം ഇപ്പോൾ കോഴിക്കോട് KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്ത് നിർത്തിയിട്ടിരിക്കുന്ന ഓട്ടോറിക്ഷകളാണ്. ദൂരെ നിന്നുള്ള ആളുകളൊക്കെ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ എന്തെങ്കിലും വാഹനങ്ങളിൽ, അതായത് ദീർഘയാത്ര കഴിഞ്ഞ് എത്തിയ ആളുകളൊക്കെയാണ് അവർ ഈ നഗരത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് ഏതെങ്കിലും വിധേന അവരുടെ വീടുകളിലേക്ക് മടങ്ങണമെന്ന ആവശ്യമായി വന്നിരിക്കുന്നവരാണ്. അതുകൊണ്ട് ആദ്യ മണിക്കൂറുകളിൽ ഒന്ന് ഓടിച്ച് സർവീസ് അവസാനിപ്പിക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങിയിട്ടുണ്ട്. KSRTC ബസ് സ്റ്റാൻഡിൻ്റെ മുൻവശത്താണ് നമ്മളുള്ളത്. പോലീസൊക്കെ ഉണ്ട്. ഒരുപാട് ആളുകൾ പല രീതിയിലും ഈ ഹർത്താലിന് പുറത്തു നടക്കുമെത്തിയ ആളുകളാണ് പലപ്പോഴും ബസ് സ്റ്റാൻഡിൽ കുരുങ്ങിപ്പോകുന്ന കാഴ്ച കാണാൻ കഴിയുന്നത്. എന്തായാലും അല്പസമയം കഴിയുമ്പോൾ ഈ സമര അനുകൂലികളായ ആളുകൾ സ്ഥലത്തേക്ക് വരും. അപ്പോൾ അവർ മാറുമെന്നാണ് നമുക്കറിയാം. എവിടുന്നാണ് വരുന്നത്? എങ്കെന്ന്? சென்னையிலேருந்து வரேன். சென்னையில் உங்களுக்கு தெரியல இன்னும் சமரம்? இன்னைக்கு ஸ்ட்ரைக்குன்னு தெரியாது. சென்னையில் இப்போ தான் வந்தது? இப்போ தான் வரேன். எங்கே போ? கல்பட்டா. வண்டி ஏதாவது கிடைக்கும்? வண்டி எதுவும் இல்லை, உள்ள பஸ் எதுவுமே இல்லை. ஸ்ட்ரைக் இன்னைக்கு என்ன பண்ணுவேன் தெரியல, அதான் என்ன பண்ணணும்னு போயிட்டு ஆட்டோ ஏதாச்சும் தான் போட்டு போகணும். உங்களுக்கு எங்கே வேலை போட்டு பார்க்குறோம்? புரியல. வேலை பார்க்குறது எங்கே? வேலை பார்க்குற சென்னை டூர் மாதிரி வந்தோம். டூர் மாதிரி வந்தது. இங்கே வந்து ஸ்டக் ஆயிடுச்சு. எங்கேக்கு போகிற? கல்பட்டா, வயநாடு வரை. வயநாட்டு டூருக்கு? சேம் வயநாடு டூர். உங்களுக்கு ஃப்ரெண்ட் ஒன்று. இங்கே ஏதாவது வாகனம், வண்டி ஏதாவது ഇല്ലേ? ഓട്ടോ ഓൺലി. ഓട്ടോ ഓൺലി. അതായത് അവർ ചെന്നൈയിൽ നിന്ന് വന്ന ആളുകളാണ്. അവർക്ക് യാത്ര പോകാനായി വന്നതാണ്. വയനാട് ടൂറിന് വന്ന ആളുകളാണ്. പക്ഷെ അവർക്ക് വാഹനം ലഭിക്കാത്ത അവസ്ഥയാണ്. അവർ ഈ സമരത്തെക്കുറിച്ച് അത്ര നമുക്കറിയാം. ഈ പലപ്പോഴും ഇത്തരം സമരങ്ങൾ കേരളത്തെയാണ് കാര്യമായി ബാധിക്കുന്നത്. മറ്റിടങ്ങളെ ഇത്ര കണ്ട് ബാധിക്കാറില്ല. ഒരു പക്ഷേ അവരത് അറിയാതെ ആയിരിക്കാം കോഴിക്കോട്ടേക്ക് എത്തിയത്. KSRTC ബസ് സ്റ്റാൻഡിൽ എത്തിയ ശേഷം ഇനി എങ്ങനെ വയനാടിന് പോകണം എന്ന ഒരു ആശയക്കുഴപ്പത്തിലാണ്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. അതായത് സമരം നടക്കുമെന്ന് അറിഞ്ഞ് വരുന്ന അല്ലെങ്കിൽ അറിയാതെ വരുന്ന ആളുകൾ. നമുക്കിപ്പോൾ KSRTCയിൽ കാണാം, വലിയ ഒരു പോലീസിൻ്റെ ഒരു സുരക്ഷയൊക്കെ ഒരുക്കിയിട്ടുണ്ട്. വാഹനങ്ങൾ സർവീസ് നടത്താൻ ഈ ഹർത്താൽ അനുകൂലികൾ അനുവദിക്കാത്ത ഒരു സാഹചര്യം ആണുള്ളത്. പക്ഷേ KSRTCയിൽ കുറച്ചധികം യാത്രക്കാർ ഉണ്ട്. പലപ്പോഴും നമുക്കറിയാം KSRTC ഒക്കെ ഈ പോലീസ് സുരക്ഷയോടുകൂടി സർവീസ് നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ട്. അങ്ങനെ പോലീസ് ഉദ്യോഗസ്ഥർ അവിടെ ഉണ്ട്. നിരവധി യാത്രക്കാരാണ് ഇപ്പോഴും ഇക്കാര്യങ്ങൾ അറിയാതെ അല്ലെങ്കിൽ ദീർഘദൂര യാത്ര കഴിഞ്ഞ് എത്തിയിരിക്കുന്നത്. നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്താണ് പറ്റിയതെന്ന്. ചേട്ടാ, എവിടുന്ന നിങ്ങൾ? ഞങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു. രാവിലെ വന്ന് ഇവിടെ ഇറങ്ങിയാണ്. ഇനി താമരശ്ശേരിക്കാണ് പോകേണ്ടത്. ഇവിടെ നോക്കുമ്പോൾ കണക്ഷൻ ഒന്നുമില്ല. താമരശ്ശേരിക്ക് പോകാൻ? താമരശ്ശേരിക്ക് പോകാൻ. ഇന്നിപ്പോൾ ഹർത്താലാന്നുള്ള അല്ല ഈ പണിമുടക്കാന്നൊരു? അല്ല, ഞങ്ങൾ തിരുവനന്തപുരം വരെ പോകേണ്ട ഒരു ആവശ്യമുള്ളതുകൊണ്ട് ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് വരും, തിരിച്ചു വരാം. തിരിച്ച് വരണം.
ഇനിയിപ്പോൾ എന്താ അവർ പറയുന്നുണ്ടോ? ബസ്സൊന്നും ഇല്ല എന്നുള്ളതാണ് അറിയാൻ കഴിഞ്ഞ്. ഇനിയിപ്പോൾ എങ്ങനെ പോകും അവിടെ വരെ? നോക്കട്ടെ, എന്തെങ്കിലും വഴി ഉണ്ടാവും നോക്കാം. അതാണ് അവർ ദീർഘയാത്ര കഴിഞ്ഞ് താമരശ്ശേരിയിലേക്ക് പോകേണ്ട ആളുകളാണ്. അവർ ഇവിടേക്ക് എത്തി. പക്ഷെ അവർക്ക് എങ്ങനെ പോകണമെന്ന് അറിയാതെ നിൽക്കുന്ന. എവിടെ പോകാനാ നിൽക്കുന്നത്? വയനാട്. എവിടെ നിന്നാ ദൂരയാത്ര കന്യാകുമാരി വരാ. കന്യാകുമാരി വരും. അപ്പൊ ഇനി എന്താ ചെയ്യുക? അവര് ബസ് എന്താ ചെയ്യാൻ? അവരെന്താ പറയുന്നത്? ബസ്സില്ലെന്ന് ബസ് എടുക്കൂലെന്ന് പറഞ്ഞു, ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. ഇത് അറിഞ്ഞിരുന്നു സമരമാണെന്ന് അറിയാമായിരുന്നു? അതോ അറിയായിരുന്നു, പക്ഷെ നമുക്ക് പോകേണ്ട സാഹചര്യം കൊണ്ട് പോയതാ. എന്തെങ്കിലും വഴി ഉണ്ടാവുമെന്ന് വിചാരിച്ചു വന്നതാ? അത് KSRTC ഉണ്ടാവും വിചാരിച്ചു. ഇനിയിപ്പോ എന്താ ചെയ്യാ അറിയില്ല. വൈകുന്നേരം ഇവിടെ എത്തി, വൈകുന്നേരം ഉണ്ടാവുള്ളൂ എന്ന് പറഞ്ഞു. ഈ KSRTC ബസ്സുകളിൽ തന്നെ ആളുകൾ അന്വേഷിച്ച് KSRTCയിലേക്ക് എത്തുന്നുണ്ട്. പക്ഷെ അവർ ദേശീയപാത കൊണ്ടൊക്കെ നേരത്തെ തന്നെ നിശ്ചയിച്ച കാര്യമാണ്. അതുകൊണ്ട് തന്നെ സർവീസുകൾ ഉണ്ടാവില്ല എന്നാണ് അവർ അറിയിക്കുന്നത്. എവിടെ നിന്ന് ഒന്നിച്ചു വന്നതാണ്? അവരൊക്കെ ഒന്നിച്ചു വന്ന ആളുകളാണ്. ഇപ്പോഴും കുറച്ച് ആളുകളുണ്ട് ഈ ദീർഘയാത്ര കഴിഞ്ഞ് വന്ന ആളുകൾ. അവർക്ക് പെട്ടെന്ന് തിരിച്ചു വരാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ്. എവിടുന്നാ വരുന്നത്? ഞങ്ങൾ അത്തോളിന്നാണ് വരുന്നത്. ബാംഗ്ലൂർക്ക് പോകാനായിട്ട് ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്താ. വണ്ടി ഉണ്ടോ? എന്താ പറയുന്നത്? ഇല്ല, ഇവർ പറയുന്നത് ഇന്നൊരു ബസ്സും ഇന്നലെ രാത്രിക്ക് 12 മണിക്ക് ശേഷം ഒരു ബസ്സും പോയിട്ടില്ല. ഇന്ന് പോകാൻ പറ്റില്ല എന്നാ പറയുന്നത്. KSRTC ബാംഗ്ലൂർ ബുക്ക് ചെയ്താണ് അല്ലേ? നേരത്തെ ബുക്ക് ചെയ്താണോ? ആ, നേരത്തെ ബുക്ക് ചെയ്താ. അപ്പം ക്യാൻസൽ ആയതൊന്നും അറിയിച്ചിട്ടില്ല? ഇല്ല, ഒന്നും അറിയിച്ചിട്ട് ഞങ്ങൾ വിളിച്ച് ചോദിച്ചു. അപ്പോൾ ഒന്നും പറയാൻ പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ ഇവിടെ എത്തുകയും ചെയ്തു. ഇനിയിപ്പോ ഇന്ന് പോക്ക് നടക്കാൻ സാധ്യത കുറവാണ്. ഇല്ല, ഇനിയിപ്പം മാറ്റി വെക്കില്ല. ഒന്നിച്ചു വന്നല്ലേ? അല്ല, അത് സമരമാണെന്നുള്ള കാര്യം നേരത്തെ അറിയാമായിരുന്നു. നേരത്തെ അറിയും. സാധാരണഗതിയിൽ ഇത്തരം സമരം ഉണ്ടാകുന്ന സമയത്ത് KSRTC പിന്നെ ഒരു സ്പെഷ്യൽ ഷോട്ടൊക്കെ സാധാരണ ഓടാറുണ്ടായിരുന്നു. അങ്ങനെ ഒരു പ്രതീക്ഷയിൽ വന്നാണ്. പിന്നെ TV-ലൊക്കെ കണ്ടു, വാർത്തയിലൊക്കെ അറിഞ്ഞത്. പിന്നെ മെട്രോയും KSRTCക്ക് ഓടുമെന്നാണ് അറിഞ്ഞത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ വന്നതാണ്. നോക്കുമ്പം ഇവിടുത്തെ പറയുന്ന എല്ലാ തൊഴിലാളികളും പണിമുടക്കില്ലെന്നാണ് പറയുന്നത്. ഇതിപ്പോൾ ക്യാൻസൽ ചെയ്തെന്ന് അറിയിച്ചില്ല നേരത്തെ അല്ലേ? ക്യാൻസൽ ചെയ്തെന്ന് അറിയിച്ചില്ല. അത് ഷെഡ്യൂൾ ഇപ്പോഴാണല്ലോ. തൊഴിലാളികൾ അറ്റൻഡ് ആയിട്ടില്ലെങ്കിലല്ലേ ക്യാൻസൽ ചെയ്യാം. സ്വാഭാവികമാണ്, മനസ്സിലാക്കുന്നു. യാത്ര മാറ്റി വെക്കുക അല്ലേ? യാത്ര മാറ്റി വെക്കുക, അതിലാണ് മറ്റു രക്ഷയില്ലല്ലോ. അത് തിരിച്ചു തന്നെ. അതന്നെ, ഇതാണ് ഈ പലരും ഈ KSRTC ഓടും മെട്രോ ഓടുമെന്നൊക്കെ അറിഞ്ഞ് എത്തിയ ആളുകളുണ്ട്. പക്ഷേ ജീവനക്കാർ ഒരു തരത്തിലും വാഹനം ഓടിക്കില്ല, അല്ലെങ്കിൽ അതിൻ്റെ സേവനങ്ങൾ നടത്തില്ല എന്ന് അറിയിച്ചിരിക്കുന്നു. അതുകൊണ്ട് മടങ്ങി പോകല്ലാതെ നിവൃത്തിയില്ല. അത് പലപ്പോഴും വിദൂര സ്ഥലങ്ങളിൽ നിന്നും കോഴിക്കോട്ടേക്ക് എത്തിയവരും കോഴിക്കോട് നിന്ന് പോകാനായി വന്നവരുമുണ്ട്. അവരൊക്കെ വേറെ മാർഗ്ഗമില്ല എന്ന് കാണും. എന്തായാലും KSRTC സർവീസുകൾ നടത്തില്ല എന്ന് ഇതിനകം തന്നെ അറിയിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ശരി, MS അനീഷ് കുമാറാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത്. മലപ്പുറത്ത് നിന്ന് CV അനുമോദ് കൂടി ചേരുന്നുണ്ട്. അനുമോദ്, കോഴിക്കോട്ടെ നിലവിലെ സാഹചര്യം അനുസരിച്ച് അവിടെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പണിമുടക്ക് ബാധിച്ചിട്ടുണ്ട് കോഴിക്കോടിനെ. നിരവധി ആളുകളാണ് അവിടെ പലയിടത്തേക്കും പോകാനാകാതെ വണ്ടിക്കായി കാത്തു നിൽക്കുന്നത്. കോഴിക്കോടിനടുത്ത് നിൽക്കുന്ന മലപ്പുറത്തെ നിലവിലെ സാഹചര്യം എന്താണ്? കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.